തീർച്ചയായും അമ്പിളി 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നത്. ഇനി ജൂലൈ 31 മാത്രമാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ഈ മത്സ്യബന്ധനത്തിനുള്ള അനുമതിയുള്ളത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് നീണ്ടകര ഹാർബറിലാണ്. ഇവിടെ യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. ഒപ്പം പരമ്പരാഗത ബോട്ടുകൾ പക്ഷേ മത്സ്യബന്ധനത്തിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി വരുന്നു. കാരണം ഈ ട്രോളിംഗ് സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമാണ് നിയന്ത്രണമുള്ളത്. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയം കടലിൽ പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ളൊരു ആശ്വാസം ഈ ഒരു മേഖലയുമായി പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുണ്ടെങ്കിൽ പോലും യന്ത്രവൽകൃത ബോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നഷ്ടമാണ് ഈ സമയത്ത് സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം ഇപ്പോൾ നിലയിൽ വന്നിരിക്കുന്നത്. ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ചെറുവള്ളങ്ങളും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകളും പരമ്പരാഗത വലകൾ ഉപയോഗിച്ച ബോട്ടുകളും ഒക്കെയാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നടത്തുന്നത്. പ്രധാനമായും സംസ്ഥാനത്തെ എല്ലാ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നിരോധനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ബോട്ടുകളൊക്കെ തന്നെ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്ന അല്ലെങ്കിൽ നിരത്തിയിട്ടേക്കുന്ന ഒരു കാഴ്ച. ഇനി 52 ദിവസത്തേക്ക് ഈ ബോട്ടുകൾക്കൊന്നും തന്നെ കടലിലേക്ക് പോകാൻ അനുമതിയില്ല. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും ഈ ഒക്കെ ആയിട്ട് ഫിഷറീസ് വകുപ്പും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും നേവി തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ സംയുക്ത പരിശോധനകൾക്കായി എപ്പോഴും ജാഗരൂകരായി തന്നെ ഉണ്ടാകും. നിരോധനം ലംഘിച്ച് കടലിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബോട്ടുകൾ ഒക്കെ ഈ ഹാർബറുകളോടും മറ്റ് തീരങ്ങളോടും ഒക്കെ ചേർത്ത് അടുപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കൊല്ലത്തായാലും മറ്റ് എല്ലാ തുറമുഖ തീരദേശ മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ ഉന്നയിക്കുന്ന ഈ ബോട്ടുടമകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപമുണ്ട്. കാരണം ഈ മത്സ്യബന്ധന നിരോധിത ഈ കാലയളവ്, അതായത് ഈ ട്രോളിംഗ് നിരോധനം നടക്കുന്ന ഈ സമയം, അത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനം ഈ സമയത്താണോ വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് നിരവധി വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്ന, കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ തന്നെ ഈ മൺസൂണിൻ്റെ ഈ ഒഴുക്കിനനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോവുകയും ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ഈ മത്സ്യബന്ധനം നടത്തി അതൊരു വലിയ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ വലിയൊരു ലാഭത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളിലാണ് യഥാർത്ഥത്തിൽ ട്രോളിംഗ്, അതായത് പ്രജനന സമയം എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കാരണം അവരുടെ വാക്കുകൾ നമുക്ക് മുകളിലേക്ക് എടുത്തേ പറ്റൂ. കാര്യം അവർ ഈ മത്സ്യബന്ധന മേഖലയുമായി വർഷങ്ങളായി പണിയെടുത്ത് കഴിയുന്നവരാണ്. അവർക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ നടപ്പിലാക്കിയ ഒരു സംവിധാനം, ആ ട്രോളിംഗ് നിരോധനം, അത് ഏകദേശം കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് 38 വർഷം ആയിരിക്കുന്നു. ഈ 38 വർഷവും ഈ ട്രോളിംഗ് നിരോധനം ഈ മാസങ്ങളിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ സമയങ്ങളിൽ ഈ ട്രോളിംഗ് നിരോധിച്ചുകൊണ്ട് ഈ മത്സ്യബന്ധന ബോട്ടുകൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മത്സ്യബന്ധന മേഖലയുമായി പണിയെടുക്കുന്ന ഈ ബോട്ടുടമകളും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ ഈ ഒരു തരത്തിൽ പരാതികളൊക്കെ ഉന്നയിച്ചിട്ട് എല്ലാ വർഷവും അവർ ഈ പരാതികളൊക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ആരും തന്നെ അത് മുഖവിലേക്ക് എടുക്കാറില്ല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സുധീഷ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിരിക്കെ പ്രതിഷേധവുമായി ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളൊക്കെ രംഗത്തുണ്ട്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ നിരോധനം ആവശ്യമാണെന്ന് അംഗീകരിക്കുമ്പോഴൊക്കെ ശാസ്ത്രീയ പഠനമില്ലാതെയാണ് നിലവിലെ നിരോധന കാലക്രമം നടപ്പാക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. യഥാർത്ഥ ഞാൻ ട്രോൾ ചെയ്യേണ്ട സമയത്ത് ഞങ്ങളുടെ കൈയും കാര്യം പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈത്തപ്പഴം പഴുകുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്ന കണക്ക് എല്ലാ വർഷവും മൺസൂൺ കേരളത്തിൽ വരുന്നത് പോലെ മൺസൂണിനോടൊപ്പം വരുന്ന മത്സ്യമാണ് ഈ മാസങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്നത്. ഈ മത്സ്യങ്ങൾ ബാക്കി 9 മാസവും ഞങ്ങളുടെ കടലിൽ ഈ മത്സ്യങ്ങൾ കാണാറില്ല. ഈ 3 മാസം മാത്രമാണ് ഈ മത്സ്യങ്ങൾ വരുന്നത്. ഈ സമയത്ത് ഞങ്ങളെ പിടിച്ച് കെട്ടിയിടും. ഈ മത്സ്യങ്ങൾ വഴി മറ്റ് അടുത്ത സ്റ്റേറ്റുകളിലേക്കോ അടുത്ത രാജ്യങ്ങളിലേക്കോ വേണേൽ പോകും. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മേഖലയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ അനുവാദമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്നും മറ്റും വള്ളങ്ങൾ വന്നിട്ട് യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങൾ പിടിക്കുന്നൊരവസ്ഥയിലേക്ക്. അപ്പം ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനത്തിനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി വർഷം തോറും ഏർപ്പെടുത്തുന്ന ട്രോളിംഗ് നിരോധനത്തിനെതിരെയാണ് ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധം ശക്തമാക്കുന്നത്. നിരോധനത്തിന്റെ ആവശ്യകതയെ എതിർക്കുന്നില്ലെങ്കിലും നിലവിലെ സമയക്രമം ശാസ്ത്രീയമായി പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പൂർണ്ണ വളർച്ചയെത്തിയ മത്സ്യങ്ങളാണ് ഈ കാലയളവിൽ കൂടുതലായി ലഭിക്കുന്നതെന്നും യന്ത്രസഹായത്തോടെ മത്സ്യബന്ധനം നടത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെ നിരോധനം ബാധിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഫിഷിംഗ് ബാനാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിൽ മാത്രം അത് 3500ഓളം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇവിടുത്തെ മത്സ്യസമ്പത്തൊന്നും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല.
ഇങ്ങനെ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്ന നമ്മൾ ഇന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ശേഷം ഇന്ന് വരെ ശാസ്ത്രീയമായ ഒരു പഠനവും അതിനുശേഷം ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ ഈ ട്രോളിംഗ് നിരോധനം വേണോ വേണ്ടയോ, ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ, ഇത് മീൻ ഈ സമയത്ത് തന്നെയാണോ മുട്ടയിടുന്നത്, അതോ ഇത് വരുന്ന മീനാണോ, ഇങ്ങനെയുള്ള ഒരു പഠനങ്ങളും ശാസ്ത്രീയമായിട്ട് ഇവിടെ നടന്നിട്ടില്ല. ഇതിനിടെ ഡീസൽ വില വർധനയും പ്രതികൂല കാലാവസ്ഥയും മത്സ്യബന്ധന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിരോധന കാലത്ത് അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി ബോട്ടുടമകൾ പറയുന്നു. സംസ്ഥാനത്ത് 4000-ഓളം ബോട്ടുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനം കയറ്റുമതി ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസായങ്ങളെയും ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും സംരക്ഷിച്ചുകൊണ്ടുള്ള ട്രോളിംഗ് നിരോധനം എത്രത്തോളം ഫലപ്രദമാണ് എന്നതാണ് ബോട്ടുടമകളുടെ ആശങ്ക. ഈ ആശങ്കകൾക്ക് നടുവിലാണ് ഇനി 52 ദിനം തീരദേശം വറുതിയുടെ ദിനങ്ങളിലേക്ക് മാറുന്നത്. പ്രദീപ് വാളത്തുകലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.